നമസ്കാരം. കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വയനാട് ദുരന്ത സഹായം വൈകുന്നതിൽ കേരളത്തെ പഴിച്ച് കേന്ദ്ര സർക്കാർ. വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ താമസം വരുത്തി. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ട് 3.5 മാസം വൈകിപ്പിച്ചു. ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും നൽകി. കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. 4 പര്യവേക്ഷകരെ ചന്ദ്രനിൽ ചുറ്റിക്കറക്കാനും ശേഷം ഭൂമിയിൽ തിരിച്ചിറക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ആർട്ടിമിസ് 2 ദൗത്യത്തിനായി 2026 ഏപ്രിൽ വരെ കാത്തിരിക്കണമെന്ന് നാസ അറിയിച്ചു. 2025 സെപ്റ്റംബറിൽ ആർട്ടിമിസ് 2 ദൗത്യ സംഘത്തെ അയക്കാനായിരുന്നു നാസ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. മണൽഭൂവൽക്കരണത്തിനും മണൽക്കാറ്റുകളെ തടയുന്നതിനുമായുള്ള ചൈനയുടെ പോരാട്ടം അതിന്റെ സുപ്രധാന വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു. ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശമായ സിൻജിയാങ്ങിലെ തക്ലമക്കാൻ വരുമ്പോക്ക് ചുറ്റും 3000 കിലോമീറ്റർ വിസ്തൃതിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് ചൈന തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ സപ്ലൈ ഓഫീസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി കുടപ്പനക്കുന്ന് ഫ്രീമെൻസ് ക്ലബിൽ സംഘടിപ്പിച്ച മസ്തറി ക്യാമ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ സന്ദർശിച്ചു. വിരലടയാളം പതിയാത്തവർക്ക് ക്യാമ്പുകളിലെത്തി ഫേസ് ആപ്പ്, ഐറിസ് സ്കാനർ എന്നിവ മുഖേന അപ്ഡേഷൻ ചെയ്യാവുന്നതാണെന്നും ഈ അവസരത്തിൽ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഫാർമസി കോളേജുകളിലും സ്വകാര്യ സ്വാശ്രയ ഫാർമസി കോളേജുകളിലും ആദ്യഘട്ട അലോട്ട്മെന്റിന് ശേഷം ഒഴിവുണ്ടായിരുന്ന സീറ്റുകളിലേക്കുള്ള 2ാം ഘട്ട അലോട്ട്മെന്റ് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ www.key.kerala.government.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് 047125253000 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് 3 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. ഇതോടെ സ്വർണ്ണവില വീണ്ടും 57,000-ന് താഴെ എത്തിയിരിക്കുകയാണ്. വിപണിയിൽ 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 56,920 രൂപയാണ്. 29ാമത് IFFKക്ക് തിരിതെളിയാൻ ഇനി 8 ദിവസം മാത്രം. ഡിസംബർ 13 മുതൽ 20 വരെയാണ് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം നടക്കുന്നത്. മേളയിൽ വനിതാ സംവിധായകർക്കും അവരുടെ കലാസൃഷ്ടികൾക്കും ഊന്നൽ നൽകുന്ന ഫീമെയിൽസ് ഗെയ്സ് വിഭാഗത്തിൽ 7 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഓസ്ട്രേലിയക്കെതിരായ അഡ്ലി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 1 ഇന്നിംഗ്സിൽ 180-ന് പുറത്ത്. 42 റൺസ് എടുത്ത നിതീഷ് റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. രാഹുൽ 37-ഉം ശുഭ്മാൻ ഗിൽ 31 റൺസ് എടുത്തപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നിരാശപ്പെടുത്തി. അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യ ഫൈനലിൽ. ശ്രീലങ്കയെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഉയർത്തിയ 174 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 21.4 ഓവറിന് 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 36 പന്തിൽ 67 റൺസ് എടുത്ത 13 വയസ്സുകാരൻ വൈഭവ സൂര്യവംശിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.